സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. 5 നിയമസഭാ മണ്ഡലങ്ങളുള്ള കേരളത്തിന്റെ അതിർത്തി ജില്ലയാണ് കാസർഗോഡ്. കന്നഡ കലർന്ന മലയാളമാണ് മാംഗ്ലൂരിനോട് ചേർന്നുള്ള പ്രദേശവാസികളുടെ സംസാര ഭാഷ. അതിനാൽ തന്നെ വ്യത്യസ്ത സംസാര രീതി കൊണ്ട് തന്നെ ജില്ല പ്രശസ്തമാണ്. ചരിത്രത്തിൽ ഇടം നേടിയ ബേക്കൽ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. പാശ്ചാത്യ ശക്തികൾ ഇവിടെ തമ്പടിച്ചാണ് വ്യാപാരങ്ങൾ നടത്തിയിരുന്നത്. ഉരുകളുടെ നാടായ കാസർഗോഡ് ജില്ലയും 2026 തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. തിരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ കാസർഗോഡിന്റെ രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. LDFനും UDFനും ഈ മണ്ണിൽ ആധിപത്യമുണ്ടെങ്കിലും BJPയും ആധിപത്യത്തിനായി ശ്രമം തുടരുകയാണ്. പല തവണ കാസർഗോഡിനെ പിടിച്ചെടുക്കാൻ BJP ശ്രമിച്ചെങ്കിലും പരാജയം രുചിക്കുകയായിരുന്നു. നിയമസഭയുടെ സീറ്റിലിരിക്കാൻ ഇതുവരെ ഒരു BJP സ്ഥാനാർത്ഥികൾക്കും സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ 3 മണ്ഡലങ്ങൾ ഒഴിച്ച് 2 മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗാണ് ഭരണത്തിലുള്ളത്. 3 LDF സാമാജികരും 2 ലീഗ് സാമാജികരുമാണ് കാസർഗോഡിനെ നിയമസഭയിൽ പ്രതിനിധാനം ചെയ്യുന്നത്. ലീഗ് UDFന്റെ ഘടകകക്ഷി ആയതിനാൽ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ലീഗിന് ആയിട്ടുണ്ട്. ഉദുമയും തൃക്കരിപ്പൂരും പിടിച്ചെടുക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. ഇതിനായുള്ള ക്യാമ്പയിനുകൾ തുടങ്ങിക്കഴിഞ്ഞു. CPMന്റെ വീഴ്ചകൾ തുറന്നുകാട്ടി ലീഗ് രംഗത്തെത്തിയിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിന് മുൻതൂക്കമുള്ള മലപ്പുറം കഴിഞ്ഞാൽ അടുത്ത ജില്ല കാസർഗോഡാണ്. അതിനാൽ തന്നെ മുസ്ലിം വോട്ട് ബാങ്കിലാണ് ലീഗിന്റെ കണ്ണ്. പല മണ്ഡലങ്ങളിലായി പരന്നു കിടക്കുന്ന സമുദായത്തെ ഒരേ പാതയിൽ കൊണ്ടുവരാനാണ് ലീഗ് നേതൃത്വം ശ്രമിക്കുന്നത്. 2026 തിരഞ്ഞെടുപ്പിൽ 2-ൽ നിന്ന് 4 സീറ്റായി നില മെച്ചപ്പെടുത്താനാണ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. കാസർഗോഡ് പെരിയയിലുണ്ടായ രാഷ്ട്രീയ കൊലപാതകമടക്കം മുന്നിൽ നിർത്തിയാകും നേതാക്കൾ അങ്കത്തട്ടിലിറങ്ങുക. പല രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും നേതൃത്വം നൽകുന്നത് CPM ആണെന്നാണ് കോൺഗ്രസിന്റെ വാദം. പാർട്ടി മാറുന്നവരെ വകവരുത്തുന്ന നയമാണ് CPMനുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.